ഹായ് ഗായ്സ്, നമുക്കപ്പോൾ എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം പട്ട ഇടാം. എണ്ണ നന്നായി ചൂടായതിലേക്ക് പട്ട ഇട്ട് കൊടുക്കും. പട്ട പൊട്ടി തയ്ക്കും പട്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക്, ഒരു 4-5 പീസ് കുരുമുളക്, പെരിഞ്ചീരകം കുറച്ച്, അതൊക്കെ ഒരു ഫ്ലേവറിനാണ്. ഗ്രാമ്പു ഒരു 2 എടുക്കാം. ഓക്കെ, ഇതൊരിതാവും. ഇതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് വേണം. ഫ്ലൈമിൽ കൂട്ടി വയ്ക്കാം. സോൾട്ട് ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫിനനുസരിച്ചുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, പട്ട ഗ്രാമ്പു മസാല, പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട നല്ല മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചവെള്ളം പോയി കുറച്ച് പച്ചമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറിന് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ മീറ്റിനനുസരിച്ചാണ് ആഡ് ചെയ്യാൻ പാടും. ഒരുപാട് ആഡ് ചെയ്താലും പ്രോബ്ലമാണ്. മുളക് ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ഇതിന് മിക്സ് ചെയ്ത് ആഡ് ചെയ്യണം. ഇതിൻ്റെ പച്ചമണം ചുവെല്ലാം പോകുന്ന വരെ നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്ന പോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീറ്റ് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിന് പച്ച ചുവപ്പാണ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തക്കാളി ആഡ് ചെയ്യണം. എന്നിട്ട് ബീഫ്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്
ബീഫിൻ്റെ വേവിനനുസരിച്ചുള്ള വിസിൽ വയ്ക്കാം. തക്കാളി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അരിച്ച് വഴണ്ടാവുമ്പോൾ നമുക്ക് ബീഫ് ആഡ് ചെയ്ത് ഇതാണ് നമ്മുടെ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കാണാം ഗൈസ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ബീഫ് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. മസാല ഇനി വാട്ടർ ആവശ്യത്തിന് ആഡ് ചെയ്യാം. ചില ബീഫിൽ വെള്ളം ഇറങ്ങും. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6-7 വിസിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് താളിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയാവും ഗൈസ്. സിമ്പിളായിട്ട് ഉണ്ടാക്കും. കേരള സ്റ്റൈൽ ബീഫ് കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും.